ഹേ ഹായ് ഹലോ, ഇന്നിപ്പോൾ ഒരു കാന്താരി പറിക്കൽ ചലഞ്ചാണ് നടക്കാൻ പോണത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാന്താരി അന്ന് പറിച്ച പിന്നെ പറിച്ചിട്ടില്ല, കുറേ കാന്താരി പഴുത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് പറിക്കണം. അപ്പോൾ അമ്മച്ചി പറയുകയാണെങ്കിൽ ചലഞ്ച് ചെയ്യാൻ വാ. അമ്മച്ചിക്ക് കത്രി കിട്ടണം, എൻ്റെ കത്രി കിട്ടിയില്ല. അത് കാരണം ഞാൻ ഒരു നഖംപെട്ടി എടുത്തേക്കാണ്. ഏറ്റവും കൂടുതൽ ആരാ പറിക്കണമെന്ന് നോക്കാം. അമ്മച്ചി ഓൾറെഡി രണ്ടുപേരും ഇപ്പോൾ പുതിയ പാത്രം എടുത്തിട്ട് പറിക്കാൻ പോവാണ്. നോക്കാം. അമ്മച്ചി ഭയങ്കര പ്രോയാണ്. അമ്മച്ചിയിൽ നിന്ന് കത്രിയൊക്കെ ഞാൻ മേടിച്ചെടുത്തു പെട്ടെന്ന് പറിക്കാനായിട്ട്, പക്ഷെ നടക്കണില്ല. അമ്മച്ചി ഒരു ലോഡ് ഇപ്പോൾ പറിച്ച് കഴിഞ്ഞത്. ഇത്ര കാന്താരി അമ്മച്ചി പറിച്ച് ലോഡ് ചെയ്തു ഓൾറെഡി. എൻ്റെ അല്ലെങ്കിൽ ഒന്നും ആയില്ല. കാന്താരി പറിക്കുന്ന അത്ര എളുപ്പമല്ല. എല്ലാവരും പറയും കാന്താരി കുറേണ്ടി പറിച്ച് താട്ടെന്നൊക്കെ പറയുന്നുണ്ടോ. അമ്മച്ചി കാണുന്ന രീതിയിൽ ചറ പറയുന്ന പറിച്ചെടുക്കുകയാണ്. ഈ കാന്താരിയിലാണ് ഇഷ്ടം പോലെ ഉണ്ട്, കാട് പോലെ തിരഞ്ഞിട്ടില്ല. എനിക്ക് തന്ന കാന്താരിയാണെങ്കിൽ ചുമ്മാ കാട് പോലെ ഇരിക്കുക. അതിനകത്താണെങ്കിൽ പറിച്ചെടുക്കാനും പാടാം. ഞാൻ ആകെ ഈ മുറത്തിലാകെ ഇത്ര പറിച്ചിട്ടുള്ളൂ. ഞാൻ ഈ കത്രിക വെച്ച് പറക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എല്ലാവരും ഓർക്കും കാന്താരിക്ക് എന്താ ഇത്ര വില എന്നൊക്കെ ഓർക്കും. ഇത് പറിച്ചെടുക്കുക എന്ന് പറഞ്ഞ ടാസ്ക്കാണ്. അല്ലെങ്കിൽ പിന്നെ കാന്താരി ചോടോടെ പറിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യം തന്നെ മുറ എടുത്ത്, ഏലക്കായൊക്കെ എടുക്കുന്ന പോലെ തന്നെ പാടാണ്. മുറ എടുത്ത് ഇങ്ങനെ അടിയിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ കത്രിക എടുത്തിട്ട് കാന്താരിയുടെ കട നോക്കി വെട്ടിക്കളയാം. നമ്മൾ കൈ കൊണ്ട് പറിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് പറിച്ചില്ലെങ്കിൽ കാന്താരിയുടെ തണ്ട് മുഴുവൻ താഴെ കിടക്കും. പഴുത്തിരിക്കണ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പിന്നെ ഇത് കാന്താരിക്കും പച്ച, ചുവന്നത് പെട്ടെന്ന് പറിക്കാം, പക്ഷെ പച്ച നമുക്ക് കണ്ണിന് കിട്ടില്ല. ഇതിങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഈ കത്രിക ചേർത്ത് വെച്ചിട്ട് കൊട്ടയുടെ മുകളിലേക്ക് വെച്ചിട്ട് ഇടുക. രണ്ടെണ്ണം അടുത്തൊക്കെ ഇരിക്കും. ഞാൻ കൈ കൊണ്ട് പറിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ പിടിച്ച് കൈ കൊണ്ട് പറിച്ചു കഴിഞ്ഞാൽ വലിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തരും. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും പറിച്ചിട്ടുണ്ട്. ഇനി ചറ പറയുന്ന ബാക്കിയും കൂടെ പറിച്ച് തീർക്കാം. അപ്പോൾ നമ്മൾ കുറേ പറിച്ചിട്ട് നിർത്തി. ചലഞ്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അയ്യോ, ഞാൻ ഇത്രയും പറിച്ച് കത്തി, കടാര, നഖംപെട്ടി, കത്രി ഒക്കെ കൊണ്ടുവന്നു. അമ്മച്ചിയുടെ കയ്യിലിരിക്കേണ്ടത് ഇതിനകത്ത് അമ്മച്ചിയുടേതാണ് കൂടുതൽ. അവർ പ്രോയാണ്, ഞാനത്തെ പ്രോയല്ല. പിന്നെ ഇത്ര മതി, ഒരുപാട് പറിക്കണ്ട. ഇനി നമ്മുടെ കാന്താരിയിൽ ഇരട്ടിയുടെ സാധനമുണ്ട്. ഇപ്പം എന്താണ് നമ്മൾ മൊത്തം പറിക്കുന്നില്ല ജോ. ഇത് ആക്ച്വലി അബുദാബിയിലെ ചക്കപ്പുഴക്കിലും കറികളിലും കയറാൻ പോകുന്ന സാധനമാണ്. വിദേശിക്ക് കൊടുത്തു തരാൻ വേണ്ടി പറിച്ചതാണ്. അപ്പം അത്രേ ഉള്ളൂ. ചലഞ്ചിൽ പോരാളി വിജയിച്ചിരിക്കുകയാണ്. പോരാളി ഈ പറിച്ചത് ആ പറിച്ചതുങ്ങളെ കൂടിയിട്ട് ഒരു അത്യാവശ്യം കാന്താരി ഉണ്ട്. അപ്പം നമുക്ക് ഇതിന് പാക്ക് ചെയ്യാം. ഇപ്പം നോക്കട്ടോ, റോട്ടിക്കടെ മീൻ വണ്ടി വരണ്ട്. കണ്ട 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 നല്ല ഗുണമൊന്നുമല്ല അത്. കാന്താരി മുളക് എടുത്തുകൊണ്ടിരുന്നപ്പോ പറമ്പ് ഗുണമെന്നാണ് വെച്ചാൽ അവകാശപ്പെടുന്നത്. വലുതാവട്ടെ. അത് ഇത് പോവാ, ഇത്ര ഉള്ളൂ. ഇത് വലുതാവണം. ഇനി ഇത് വലുതാവില്ല. ഇത് ചെറുത് എത്ര ഉള്ളതാ. ഇതിലേക്ക് ഉണ്ടാവും. ഇത്രയും കൂണും കിട്ടി. മുളക് കുറയ്ക്കാൻ ഇറങ്ങിയപ്പോ കൂണും കിട്ടി. മൊത്തം ഇത്രയാണ്. ഒരു മുറത്തിന്റെ കാൽഭാഗമുണ്ട്. അത്രയും കാന്താരി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങ് അബുദാബിക്ക് ഫ്ലൈറ്റ് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ കവറിനകത്ത് പാക്ക് ചെയ്തെടുക്കാം. അതിനകത്ത് ഇലയൊന്നും പറിച്ച് കളയണ്ട, ഒന്ന് പെട്ടെന്ന് പറിച്ച് കളയാം കേട്ടോ. ഇങ്ങനെ നടക്കാം. ഇല പറിച്ച് കളയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീഞ്ഞ് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇല പറിച്ച് കളയണത്. കുഴപ്പമൊന്നുമില്ല, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇരുന്നോളും. പക്ഷെ എന്നാൽ ഇല പെട്ടെന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ ഇല മാക്സിമം പറിച്ച് കളയാം. ചിരിക്കും ചിരിക്കും കാണാനില്ല. അപ്പൊ ചിരിക്കും. അപ്പൊ നമ്മുടെ കാന്താരി അബുദാബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആളെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മുടെ കാന്താരി ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. കാന്താരി മേടിക്കാനുള്ള ആളാണ് നിൽക്കുന്നത്. കാന്താരി വെച്ച് കറി ഉണ്ടാക്കോ തീർത്ഥക്കുട്ടി? എന്നിട്ടോ വീഡിയോ അയച്ചു തരുമോ? ഓക്കെ, ബൈ പറ. നീ ബൈ പറ. ഉണ്ണിക്കുട്ടൻ ബൈ പറ. നല്ല ചോന്നല പൊക്കി കൈ പറ. കൈ പൊക്കി പറ. ഹാ ബൈ ബൈ പറഞ്ഞേ. ഉണ്ണിക്കുട്ടൻ ബൈ പറഞ്ഞേ. ബൈ ബൈ പറ. ഈ ചേച്ചി വേണ്ട, ഉണ്ണിക്കുട്ടൻ ബൈ. ചേച്ചിയെ ഓൾറെഡി എടുത്തു. ഉണ്ണിക്കുട്ടൻ പറ. ബൈ ബൈ പറ. ബൈ ബൈ. ഉണ്ണിക്കുട്ടൻ ബൈ പറയാൻ പോവാട്ടോ. പൊക്കി പിടിച്ചാട്ട്. ബൈ ബൈ.